സാമ്പത്തികമായ ഉയർച്ച വേണോ, ഉള്ള സമ്പത്തിൽ ബറക്കത്ത് വേണോ, മുത്തുനബിയെ കൈവെടിയണ്ട. ചില ആളുകൾ സാമ്പത്തികമായി ഇങ്ങനെ ഉയരും, മുത്തുനബിയെ കുറിച്ച് ചിന്തയുണ്ടാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ മദ്ഹ് പാടുന്ന വ്യക്തിയായാൽ, ബുർദ ഓതുന്ന സ്വഭാവമുണ്ടായാൽ അവനിക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല, ഉള്ളതിൽ വലിയ ബറക്കത്ത് തന്നെ. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരു വീട്ടിൽ മൗലിദിന്റെ സംഘടിപ്പിച്ചാൽ, ഒരു നാട്ടിൽ മൗലിദിന്റെ സദസ്സ് നടന്നാൽ അവിടെ വലിയ ബറക്കത്ത് തന്നെ. അതേ, പകർച്ചവ്യാധി അവിടെ ഉണ്ടാവില്ല. നാട്ടിൽ നമ്മുടെ ഈ മലബാറിൽ പകർച്ചവ്യാധി നടന്നപ്പോയല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദിന്റെ രചന നടത്തിയത്. അതേ, നാട്ടിലൊട്ടാകെയും പൊന്നായിലും പരിസരത്തും മൗലിദ് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അത് പമ്പ കടന്നു. തൊട്ടടുത്ത നാടായ താനൂരിൽ നാട്ടുമൗലിദ് എന്ന പേരിൽ ഒരു മൗലിദ് ഉണ്ടല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു? തീയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി, തീ പടരുന്നതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവിടെ അന്നത്തെ ഉലമാക്കൾ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചതായിരുന്നു. ഇന്നും മുറ തെറ്റാതെ നടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിലാണ്. എന്തിനും പരിഹാരം മുത്തുനബിയിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം സദസ്സ് സംഘടിപ്പിച്ചാൽ അതിൽ വലിയ ഖൈറുണ്ട്, വലിയ ബറക്കത്തുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ മൗലിദി റസൂലി സ്വല്ലല്ലാഹു റസൂലുള്ളാഹിന്റെ മൗലിദിനോട് ഞാൻ അതൊക്കെ ചെലവാക്കും. ഉഹുദ് മലയോളം സ്വർണ്ണം ഉണ്ടെങ്കിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നാം എത്ര സമ്പത്ത് ചെലവഴിച്ചാലും എന്തായാലും നമുക്കത് വെറുതെ ആകൂല. ഒന്നുമില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ആസ്വദിക്കാൻ കഴിയും.